ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ 6ാം ക്ലാസ്സില് പരീക്ഷയൊക്കെ എത്താനായില്ലേ, ക്രിസ്തുമസ് പരീക്ഷ. അപ്പൊ 6ാം ക്ലാസ്സിൽ ഈ പ്രാവശ്യം പാഠം മാറിയിട്ടുണ്ട്. ചോദ്യങ്ങളുടെ രൂപവും ഭാവമൊന്നും നമുക്കറിയില്ല, എന്നാലും നമുക്ക് പഠിക്കാനുള്ള പാഠം നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം അല്ലേ. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത്, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതോ ഒരു നാടകത്തിലെ ഒരു രംഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്, കളിക്കിടയിൽ എന്ന് പറയുന്നത്. കളി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തൊട്ടുകളിയും പിന്നെ കൊത്തങ്കല്ല് കളിയൊന്നല്ല, നാടകത്തെക്കുറിച്ചാണ് കേട്ടോ. നാടകത്തെക്കുറിച്ചാണ്. ഈ നാടകത്തിന്റെ വേദിയിലുള്ള ആളുകളെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് KPSC ലളിത ചേച്ചിയുടെ ലളിതാമ്മയുടെ ഒരു ആത്മകഥയിൽ ഒരു ഭാഗമാണ് കേട്ടോ. അതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. വജ്ര എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇതാ വജ്രയിലെ എൻഡ് ഗെയിം. എന്താണ് ഈ എൻഡ് ഗെയിം? അവസാന നിമിഷം നിങ്ങൾ നെട്ടോട്ടോടെയും പഠിക്കാനൊക്കെ. അടുത്ത പ്രാവശ്യം എന്താണ്, 7ാം ക്ലാസ്സിൽ USS പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ 6 കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പഠിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളൂ അല്ലേ. അത് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എന്താണ്, അവസാന നിമിഷം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇതാ 15% ഓഫറോട് കൂടി 1500 രൂപയായിരുന്നു 30% ഓഫറുള്ള സമയത്ത്. അതിൽ നിന്നും പിന്നെയും 15% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതാണ് ഓഫറുകളുടെ പെരുമഴ തന്നുകൊണ്ടിരിക്കുകയാണ് സൈലം. ഇതാ 1275 രൂപ 1275 രൂപ മാത്രം അടച്ചുകൊണ്ട് വജ്ര ബാച്ചിന്റെ എൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും. 999544008000 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ ഒക്കെ അറിയാം കേട്ടോ. ഓക്കെയാണോ? ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യും. റിവിഷൻ ഉണ്ടായിരിക്കും. ഇതുവരെയുള്ള പാഠങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുകയും ഇനി അങ്ങോട്ടുള്ള പാഠങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. എനിക്ക് പറയാനുള്ളത് KPSC ലളിതാമ്മയെ കുറിച്ചുള്ള ഒരു ഭാഗം അല്ലേ, അവരുടെ ഒരു ഓർമ്മയാണ് ഇത്. KPSC ലളിതയെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക കേട്ടോ. അതിൽ KPSC എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഥ തുടരും എന്നാണ് ആത്മകഥയുടെ പേര്. കഥ തുടരും. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം അല്ലേ. വായിച്ചു നോക്കുമ്പോൾ ചിറയിൻകീഴ് ഒരു തിയേറ്ററിലാണ് നാടകം നടക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. അതായത് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനും അകത്തേക്ക് കയറിപ്പോകാനും ഒക്കെ ഒരൊറ്റ വാതിൽ. മേക്കപ്പ് കഴിഞ്ഞവർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലോടി മാത്രമേ പോകാനും വരാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്ത് ചെയ്തെന്നറിയോ? നാടകം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാടകം കഴിഞ്ഞിട്ട് നാടകക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പൊതിച്ചോറ് ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവച്ചു. നാടകത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ആവശ്യമുള്ളപ്പോൾ അപ്പോൾ ഓരോരുത്തർക്ക് എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഭ്രാന്തനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ തുലാഭാരം എന്നാണ് നാടകത്തിന്റെ പേര്. ഏതാണ് നാടകം? തുലാഭാരം എന്നാണ് നാടകത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ തുലാഭാരം എന്ന് പറയുന്ന നാടകത്തിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരുന്ന ഒരു സീനാണ്. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ KPSC ലളിതയാണ്. അപ്പം ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ 3 പേരും എവിടെയുണ്ട്? സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്തു നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ള ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ നിൽപ്പുണ്ട്. കൃഷ്ണപിള്ള ചേട്ടൻ എന്തായിട്ടാണ് അഭിനയിക്കുന്നത്? ഒരു ഭ്രാന്തനായിട്ട് ഒരു വടിയും കൊണ്ടാണ് നടക്കുന്നത്. ഈ ഞാൻ എന്ന് പറയുന്നത് KPSC ലളിത ചേച്ചി കേട്ടോ. അപ്പോൾ ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. അതായത് ചോറ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പട്ടികൾ ചോറ് പൊതിയെല്ലാം കണ്ടാൽ അത് കടിക്കാൻ വരും. അങ്ങനെ ഒരു പട്ടി ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ കൃഷ്ണപിള്ള ചേട്ടനെ ഗൗനിക്കാതെ, അതിപ്പോൾ കൃഷ്ണപിള്ള ചേട്ടനാണ് ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്ന ആളാണെന്നൊക്കെ പട്ടി വിചാരിക്കുക ഇല്ല. അപ്പോൾ കൃഷ്ണപിള്ള ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി പട്ടി. അതിലെന്തുണ്ട്? പൊതിച്ചോറുണ്ട്. അപ്പോൾ പൊതിച്ചോറ് പട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് കൃഷ്ണപിള്ള ചേട്ടന് മനസ്സിലാവുന്നു. കൃഷ്ണപിള്ള ചേട്ടൻ എന്താണ്, പട്ടിയെ വടി കൊണ്ട് ഇങ്ങനെ വടി കൊണ്ട് അടിക്കാൻ നോക്കാതെ കതകിന്റെ കുറ്റി അങ്ങോട്ട് അടച്ചു.
പിന്നെ പറയണോ പൂരം. പട്ടിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പട്ടി ബഹളം ഉണ്ടാക്കി, ഭയങ്കര കുരച്ചു ബഹളം ഉണ്ടാക്കി. കർട്ടന്റെ വിടവിലൂടെ എന്തായി, സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് ഇതിൽ അഭിനയിക്കുന്ന ആള്. അടുത്ത് തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്ന് നിൽക്കുന്നത്. ഈ നാടകം കളിക്കുന്ന ഇവരുടെ ഇടയിൽ പട്ടി വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. അവർക്ക് ചിരി വരും അല്ലേ, സ്റ്റേജിലെ ആർട്ടിസ്റ്റുകളാണെങ്കിലും പട്ടി വന്ന് നിൽക്കുന്ന സമയത്ത്. ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായിട്ട് കാലൊന്നുയർത്തി. അതായത് സ്റ്റേജിലുള്ള ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ, സ്റ്റേജിലെ നടൻ അല്ലെ, കാലൊന്നുയർത്തി. അപ്പോൾ പട്ടി സ്റ്റേജിന്റെ ഒത്ത നടുവിൽ ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ ഒരു തിക്കും തിരക്കും ബഹളവും. എന്താണ്, അപ്പൊ കർട്ടൻ ഇട്ടു. സ്വാഭാവികമായി നാടകം നടക്കുകയില്ല. ആൾക്കാർ കൂകി വിളിച്ചിട്ടുണ്ടാവും അല്ലെ. നാടകം മുടങ്ങിയാൽ നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഗാനമേളയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ലേറ്റ് ആയാൽ ഭയങ്കര കൂവി വിളിയായിരിക്കും അല്ലേ. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഒരു നാടകം മുടക്കിയ നായിന്റെ കഥ അല്ലെ, ഒരു പട്ടിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കഥ തുടരും. KPSC ലളിതാമ്മ എഴുതിയ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. അവരുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഈ സമയത്താണല്ലേ നമ്മൾ ആ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ സമയവും അതിനുശേഷം കളിക്കാനുള്ള സ്റ്റേജിലെ ഒരുക്കങ്ങളും അല്ലെ, അതിൻ്റെ ഇടയിലേക്ക് ഒരു പട്ടി വരുന്നതാണ് കഥ. ഇങ്ങനെ ഒരുപാട് കഥകള് ഈ നാടകക്കാർക്കും സിനിമാക്കാർക്കും കലാകാരന്മാർക്കും എല്ലാവർക്കും ഉണ്ടാവും അനുഭവങ്ങൾ. അത് നമുക്ക് എഴുതാം ശരിക്കും അല്ലേ. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്നും ചോദ്യ സാധ്യത എങ്ങനെയാണ് എന്ന് ചോദിച്ചാല്, ഒരുപാട് ചോദ്യസാധ്യതയുള്ള ഒരു പാഠമാണിത്. നിങ്ങൾ നാടകത്തെക്കുറിച്ച് അറിയുക, നാടകത്തിൻ്റെ പാട്ടിനെ കുറിച്ച് അറിയുക, നിങ്ങൾ കണ്ട ഒരു നാടക അനുഭവത്തെക്കുറിച്ച് എഴുതുക, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച അഭിനയിച്ച ഒരു നാടകം അല്ലെ, നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും സ്കൂൾ കലോത്സവത്തിലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതാനുള്ള ഒരു അനുഭവക്കുറിപ്പ് എഴുതാനുള്ള ചോദ്യമൊക്കെ വരും. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ടീച്ചർ ആപ്പിലും നമ്മുടെ വജ്ര ബാച്ചിലും അതുപോലെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ പറയുന്നതായിരിക്കും. ചോദ്യവും ഉത്തരങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബ് വീഡിയോയിലൂടെയും അതുപോലെ ആപ്പ് ക്ലാസ്സുകളിലൂടെയൊക്കെ ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറന്നു പോകരുത്, എല്ലാവരും നമ്മുടെ ഈ ഒരു ഓഫർ സ്വീകരിച്ചുകൊണ്ട് വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അടുത്ത വർഷത്തേക്കുള്ള ഒരു അടിത്തറ നമുക്ക് ഉണ്ടാക്കിയിട്ട് മാത്രം 7ാം ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.